ഓ ചെങ്ങൈവരെ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മളിപ്പോൾ നൈറ്റാണ് വന്നിട്ടുള്ളത് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വന്ന ആൾക്കാരുടെ കമൻറ്റ് കേട്ടോ. എന്തായാലും ഇത് അക്കരെ കൊട്ടിയൂരാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇക്കരെ കൊട്ടിയൂർ കേട്ടോ. ആദ്യം നമ്മൾ അക്കരെ കൊട്ടിയൂർ അമ്പലത്തിൽ കയറിയതിന് ശേഷമേ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ നമ്മൾ കവാടത്തിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. കടന്ന് തൊട്ട രണ്ട് സൈഡിലുമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പീടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓടപ്പൂ, ഒരുപാട് ഓടപ്പൂവിൻ്റെ പീടികളും അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങളും 20 രൂപ, ഏതെടുത്താലും 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പീടികളൊക്കെ കാണാം. അപ്പോൾ ഞാനും അച്ചൂസും മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ചൂസിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മഴയായിരുന്നു, വരുമ്പോൾ നല്ല മഴയായിരുന്നു. കോട്ടിട്ടത് കൊണ്ട് നനഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്ന് പോവാണ്, അകത്തേക്ക് പോവാണ്. ഒന്നും കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് നടന്ന് അപ്പം തന്നെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. പുഴയാണ്. ഈ പുഴ കടന്നിട്ടാണ് അക്കരെ എത്തേണ്ടത്. അതാണ് അക്കരെ കൊട്ടിയൂർ കേട്ടോ. നമ്മളിത് കടന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല നടപ്പാതയൊക്കെ ആയിട്ടുണ്ട്. എല്ലാം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഇതിൽ നല്ല തിരക്ക്, ഇതിലും ഇരട്ടിയായിട്ടുള്ള തിരക്കാണ് ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നല്ല തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ. ഈ നടപ്പാതയിലെ കൂടി നമ്മൾ നടന്ന് പോകണം. ഇവിടെ കുറേ 3-4 ലൈനായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതുമായിട്ടുള്ള 3-4 ലൈനായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലോക്ക് റൂം ഉണ്ട്. നമ്മുടെ ഡ്രസ്സ് എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ വെക്കുന്നത്. ചെരുപ്പിന് 20 രൂപ അങ്ങനെയാണ്, ബാഗിന് 20, അങ്ങനെ എന്തൊക്കെയാണ് കണക്കുള്ളത്. അപ്പോൾ നമ്മളിവിടെ വെക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗും എൻ്റെ അച്ചൂസിൻ്റെ ചെരുപ്പുമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ടോക്കൺ അവർ തരും. അപ്പോൾ നമ്മുടെ ടോക്കൺ നമുക്ക് തരുന്നുണ്ട് അവർ. അങ്ങനെ ആളൊക്കെ വരുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. വെള്ളമുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത വെള്ളമൊക്കെ ഉണ്ട്. കാരണം കെട്ടി വെച്ചത് കൊണ്ടാണ് വെള്ളം ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്നത്. അപ്പുറത്തൊക്കെ കുറച്ച് പാലത്തിൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് വെള്ളം. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പണിയെടുത്ത് തീർത്തതാണെന്ന് തോന്നുന്നു ഈ ഒരു പാലമൊക്കെ. കാരണം ഒരുപാട് പുതിയ ഇതൊക്കെയാണ് കാണുന്നത്. പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അതുപോലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇപ്പോൾ ചെയ്തിട്ട്. നമ്മൾ പാലമൊക്കെ കടന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മളെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഓല മേഞ്ഞ ഒരു നടപ്പാതയിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഇതൊന്നല്ല തിരക്ക്, ഇതിൽ ഇരട്ടി തിരക്കുണ്ടാവേണ്ടതാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ നല്ലൊരു തിരക്കുള്ളത്. എന്നാലും ഇതിപ്പോൾ കുറച്ചേളും തിരക്ക്. കാരണം ഇനിയിപ്പോൾ തിരക്കില്ലാതെ ഇതാണ് കാണുന്നത് ഇവിടെ. നമ്മൾ നടന്നങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാം. ഇനിയിപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ പ്രദക്ഷിണം ചെയ്യണം കേട്ടോ. ചുറ്റും പ്രദക്ഷിണം ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അവിടെ നിന്നിട്ട് വേണം നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഇവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് വന്ന് നോക്കുമ്പോൾ അത് 2 കൊമ്പന്മാർ, നല്ല അടിപൊളി 2 ഗജവീരന്മാർ ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നിന്ന പോലത്തെ നല്ല നൃത്തം കേട്ടോ. നല്ല സെറ്റായിട്ടാണ് നിന്നിട്ടുള്ളത് കേട്ടോ. ആ രസമല്ലേ. കുറേ നേരം നമ്മൾ അത് നോക്കിയിട്ട് ഇങ്ങനെ നിന്ന് കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം അവിടെ തന്നെ. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് അതേപോലെ തന്നെ കാണാൻ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടു കഴിഞ്ഞാൽ ആരും എടുപ്പ് വരില്ല. കണ്ട് നിന്നു പോയി നമ്മൾ ആനനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഞാനും അച്ചൂസും അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത്. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ആനനെ ഇങ്ങനെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ നിന്ന പോലെ തന്നെ നിന്നിട്ടുള്ളത് കണ്ടാ. എന്താ രസം. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് നടന്ന് പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ
ഇക്കരെ കൊട്ടിയൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാലമൊക്കെ കടന്നിട്ട് പോവാണ്. അത് അവിടെയൊക്കെ ഒരുപാട് വഴിയുണ്ട് കേട്ടോ, കുറേ 4-5 വഴികൾക്ക് ഉണ്ട്. 2-3-4 പാലോ എത്ര പാലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. കാരണം എല്ലാ വഴിക്കേ കൂടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇക്കരെ കൊട്ടിയൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കവാടത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ കടന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല. ഇതൊന്നല്ല ശരിക്കും പറഞ്ഞാൽ തിരക്ക്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അടുക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാലൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഇവിടെ പൈപ്പും വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കാലൊക്കെ ഒന്ന് കഴുകണം. അത് കഴുകിയിട്ടേ നമ്മൾ അകത്തേക്ക് കയറാവൂ. അപ്പോൾ ഇത് ആയില്യ കാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഒരു നാഗത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തൊഴുത് എന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടക്കേണ്ടത്. നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടയൊക്കെ അടച്ചിട്ടാണ് ഉള്ളത്. ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് തൊഴുതിട്ട് ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടക്കുന്നതാണ്. രാവിലെ ആണെങ്കിൽ നമുക്ക് അകത്ത് കയറാം. ഇപ്പം നട അടച്ച് ചെല്ലല്ലേ, ഇപ്പോൾ കയറാനാവില്ല. ഇതിൽ പൈസ ഇടുന്നു. പ്രദക്ഷിണമൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ അച്ചൂസ് ഭണ്ണാരത്തിലേക്ക് പൈസ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പൈസ ഇട്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പൈസ ഇട്ടിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ. പുറത്തേക്ക് കടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങാൻ കൂടി ചെയ്യാത്ത കിടക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ പ്രസാദമൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ടേക്ക് വരൂ. അതുപോലെ തന്നെ ഞാൻ ഭണ്ണാരത്തിലേക്ക് ഞാൻ പൈസ ഇട്ടിട്ടില്ല. അച്ചൂസ് മാത്രമേ ഭണ്ണാരത്തിലേക്ക് പൈസ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് കടന്ന് പുറത്തെത്തിയാട്ടാ. ഇപ്പോൾ നടന്ന് പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തോതിലുള്ള ബ്ലോക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഭണ്ണാരത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വർഷം വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കണക്ക്. അതുകൊണ്ട് ഞാൻ ഭണ്ണാരത്തിൽ പൈസ ഇട്ടില്ല. അപ്പോൾ ശരി, എല്ലാവരും വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചെറിയൊരു ഫാമിലി ബ്ലോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.